എന്നെ വിളിക്കുന്നത് വിപിൻ ദാസ് പ്രൊഡ്യൂസറാണ് എന്നെ ഇതിനകത്ത് വിളിക്കുന്നത്. ഒരു പെട്ടെന്ന് തുടങ്ങിയൊരു സിനിമയാണ്. നിങ്ങൾ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അപ്പൊ കഥ കേട്ടു, ഇഷ്ടപ്പെട്ടു. അവര് രണ്ടുപേരും ഭയങ്കര രസം, രണ്ട് വിപിന്മാരും കൂടിയിട്ട്. അതായത് വിപിൻ ചേട്ടന് ആളുടെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, ഡയറക്ടർ വിപിൻ ചേട്ടൻ. അത് 5 സഞ്ചയനം ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അവരിരുന്ന് ഡിസ്കസ് ചെയ്യുന്നതും അല്ലെങ്കിൽ രണ്ടുപേരുടെ ഐഡിയാസ് ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സിനിമയാണ്. ഇപ്പൊ പ്രൊഡക്ഷനിൽ പറയുകയാണെങ്കിൽ ഭയങ്കര ആ ഒരു ഡീൽ ചെയ്ത ഇത്, കാരണം അവരുടെ പ്രൊഡക്ഷനിൽ WBTS പ്രൊഡക്ഷൻസിൽ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രൊഡക്ഷൻസ്, അവരുടെ പ്രൊഡക്ഷന്റെ കീഴിലൊരു സിനിമയും അതും ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. പ്രൊഡക്ഷനും ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം ഡയറക്ടറും എല്ലാ കാര്യങ്ങളും ഭയങ്കര പുള്ളിക്ക് എക്സൈറ്റ്ലി ഐഡിയ ഉണ്ടായിരുന്നു. ഒരു സീക്വൻസ് എങ്ങനെ വേണം, ഈ പറഞ്ഞ പോലെ തന്നെ ഈ സ്ലാങ്ങിന്റെ കാര്യം പറയുമ്പോൾ തന്നെ എല്ലാവരും ട്രിവാൻഡ്രംകാരാണ്. പുള്ളിയുടെ ADs തന്നെ, പുള്ളിയുടെ കൂടിയുള്ള ആൾക്കാർ തന്നെ, ഡയറക്ടർ വിപിൻ കൂടിയുള്ള ആൾക്കാർ തന്നെ ട്രിവാൻഡ്രംകാരാണ്. അപ്പം നമ്മൾ ആരെങ്കിലും ഒരു എന്തെങ്കിലും ഒരു സ്ലാങ് ഒക്കെ മാറിക്കഴിഞ്ഞാൽ തന്നെ അവരൊക്കെ പോയിട്ട് വിമിച്ചിട്ടുണ്ട്, അതെ അത് മാറ്റി, അത് ഇതിന്റെ പിന്നെ റീടേക്ക് പോകും. എല്ലാത്തിലും പെർഫെക്ഷൻ എന്നോടുകൂടി പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് ഡയറക്ടർ വിപിൻ ചേട്ടൻ. നോബി പല സിനിമകളിലും എനിക്കറിയാം, നോബിക്ക് വർഷങ്ങളായിട്ട് സ്കിറ്റൊക്കെ പെർഫോം ചെയ്തും ചില സ്ക്രിപ്റ്റുകളൊക്കെ എഴുതിയിട്ടുള്ള അറിവും അനുഭവമൊക്കെ പല ക്യാരക്ടേഴ്സിലും സിനിമകളിൽ ഇവർ ടീം നല്ല രീതിയിൽ കൊടുക്കാറുണ്ട്. ഇതിൽ ഒരുപാട് പേരുണ്ടല്ലോ ആ സീസണിൽ. നോബിയുണ്ട്, ഈ പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്പേസ് അവർ അനുവദിച്ചിട്ടുണ്ടാവണം. സ്പേസ് എന്ന് പറഞ്ഞാൽ വിപിൻ പക്ക ഒരു സ്ക്രിപ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ പടം. ഓരോ ഡയലോഗ് പോലും കാര്യം നമ്മൾ കയ്യിൽ നിന്നുണ്ടെങ്കിൽ നമ്മളെ ഡയലോഗ് ഉണ്ടാക്കണം. സത്യം അത് വിപിൻ എഴുതി വെച്ചിട്ടുണ്ട്. കാര്യം അതിനുള്ള സാധനം ഉണ്ട്. നമുക്ക് കയ്യിൽ നിറാൻ വേണ്ടി നമുക്ക് അങ്ങനെ അത് അധികമായി പോകും. കാര്യം ഇതിനകത്ത് സിറ്റുവേഷൻ ഹ്യൂമറാണ് ഭയങ്കരമായിട്ടും. കാര്യം പിന്നെ പ്രത്യേകിച്ച് പശ്ചാത്തലം ഒരു മരണ വീടായതുകൊണ്ട് വേറെ അങ്ങോട്ടൊന്നും കാണിക്കാനും പറ്റില്ല. ഇതിനകത്ത് നിന്നുകൊണ്ടുള്ള സാധനങ്ങളാണ് അത്. പക്ഷെ ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പാട്ടുകൾ ഒരുപാട് നല്ലത് വന്നിട്ടുണ്ട് നേരത്തെയും അനശ്വരയുടെ സിനിമകൾ. ഈ സിനിമയിൽ നോക്കുമ്പോൾ വളരെ ബോൾഡായിട്ട് എതിരിച്ചാണ് അൻകിത് മേനോൻ മ്യൂസിക്കൽ. അത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. വിനായക് ഉൾപ്പെടെയുള്ള ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്, വേറെയും ഒരു ലിറിസിസ്റ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇപ്പം മജാമൂട് ഒരു പാട്ട് വന്നു, അത് വളരെയധികം സ്വീകരിച്ചു ആളുകൾ. സോങ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആവാൻ സാധ്യതയുണ്ട് സിനിമയിൽ? അങ്കിത്തിന്റെ മ്യൂസിക്കാണ് സിനിമയ്ക്കകത്ത്. അപ്പം ജയ ഹേ, നമ്മുടെ ഗുരുവായൂർ ഈ സിനിമയിൽ തന്നെ, വാഴയില്, അങ്ങനെ കുറെ നല്ല സിനിമകൾ അങ്കിത് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതിനകത്ത് നമുക്ക് 4 പാട്ടുകൾ എല്ലാം ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള, ഈ പറഞ്ഞ പോലെ മജ്ജാമൂട് എന്ന് പറയുന്ന വേറൊരു ടൈപ്പ് ഓഫ് വിഷ്വല് നമ്മുടെ സിനിമയായിട്ട് ഒരു ബന്ധമില്ല. പിന്നെ മജ്ജാമൂട് എന്ന് പറഞ്ഞിട്ട് ഈ പാട്ട് എങ്ങനെ ഈ സിനിമയിൽ ചേർക്കും ഞാൻ ആലോചിച്ചു. സത്യം പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി സിനിമയ്ക്കകത്ത് പാട്ടുകൾ ഉണ്ടായിരുന്നില്ല. ബാൻഡിന് ഭയങ്കര ഇമ്പോർട്ടന്റ്, ഒരു ബാൻഡ് ടീം ഉണ്ട് നമുക്ക് സിനിമയ്ക്കകത്ത്. ഒരു വീട്ടില്, മരണ വീട്ടില് തൊട്ടപ്പുറത്തുള്ള ഒരു ബാൻഡ് സംഘമുണ്ട്. അതിന് ഭയങ്കര ഇമ്പോർട്ടന്റ്. അവര് ചെയ്യുന്ന പഴയ കുറെ സിനിമാ പാട്ടുകളുടെ ബാൻഡ് ആ സൗണ്ട് ഉണ്ട്, ബാൻഡ് സോങ് ഉണ്ട്. അത് ഈ മരണ വീടിന്റെ അപ്പുറത്ത് കേൾക്കാൻ പറ്റുമോ ഇടയ്ക്കിടയ്ക്ക്? അങ്ങനെ കുറെ എലമെന്റ്സ്